നമ്മളിപ്പോൾ ഉള്ളത് വടക്കുന്നാഥൻ ഇവന്റ്സിലെ മിഥുൻ ബ്രോയുടെ കൂടെയാണ്. നമ്മള് സദ്യയിലെ ചെത്തുമാങ്ങ അച്ചാറാണ് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മള് ഒരു പാത്രം വെക്കുക, ചൂടായി വരുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മളിപ്പോ തമിഴ്നാട്ടിലല്ല ഉള്ളത്. നമ്മള് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിൽ തന്നെയാണോ നാട്ടിൽ നിങ്ങൾ വെക്കാറുള്ളത്? കല്യാണ വീട്ടിലൊക്കെ ഉരുളിയിലാ ചെയ്യാറുള്ളല്ലേ? നമുക്ക് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോ ഉരുളിട്ട് കൊടുക്കുക. ഉരുളിട്ട് വരുമ്പോ പച്ചവെള്ളം നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ്. നമ്മൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ സുറുക്ക് ഒഴിച്ചു കൊടുക്കും. നേരത്തെ ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുള്ള ജാറിലേക്ക് സുറുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ലേ? സുറുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആണ്. ഒരു കിലോ മാങ്ങയ്ക്ക് ഒരു സുറുക്കാന്നുള്ള കണക്കിലാണ്. എങ്ങനെ? ഒരു കിലോ മാങ്ങയ്ക്ക് ഒരു സുറുക്കാന്നുള്ള കണക്കിലാണ് നമ്മൾ എഴുതുക. ഒരു കിലോ മാങ്ങക്ക് ഒരു ലിറ്റർ സുറുക്ക. ഉപ്പ്, മാങ്ങ, വേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇതിലിട്ട് അല്ലേ? അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കും കായപ്പൊടിയാണ്. കായപ്പൊടി ആവശ്യം. കായപ്പൊടി. അതെ. നാളേക്ക് അച്ചാറിൻ്റെ ഉപ്പൊന്ന് കുറയും, എരിവൊന്ന് കുറയും. ആ കാലത്ത് നമ്മൾ ഇത് സർവ് ചെയ്യാനെക്കാട്ടി മുൻപിട്ടായിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ചെക്ക് ചെയ്യും. നമ്മളെ അച്ചാറിൻ്റെ പരിപാടി കഴിച്ചിട്ട് നമ്മൾ ഒരു ഡെവറിലേക്ക് മാറ്റി വെച്ച് നാളെ കാലത്താണ് നമ്മൾ സർവ് ചെയ്യുക. ആ സർവ് ചെയ്യുന്ന സമയത്തിൽ ഉപ്പ് കുറവാകാൻ സാധ്യതയുണ്ട്. കാരണം മാങ്ങ ഉപ്പ് പിടിക്കുകയും എരിവും ചെറിയ തോതിൽ പിടിക്കുമ്പോൾ ഉപ്പ് വ്യത്യാസം വരും. അപ്പോൾ കാലത്ത് നമ്മൾ സർവ് ചെയ്യുന്നതിന് മുൻപിട്ടായിട്ട് ഉപ്പൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് കൊടുത്തു വിടുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇവിടെ നിന്നുള്ള കൂടുതൽ റെസിപ്പികൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള റിവ്യൂസൊക്കെ അതും ഷെയർ ചെയ്യുന്നുണ്ട്. ബൈ.